ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് രഹസ്യമായി ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ കാര്യം വരുമ്പോൾ വല്ലാത്ത രീതിയിൽ സെൽഫിഷ് ആകുന്ന ഒരു പേഴ്സണാണ്. അതായത് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുന്നു, ആ ഒരു സമയത്ത് നിങ്ങൾ കൂടെ ഉള്ളതാണ് പ്രോബ്ലം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ എന്താണ് എന്നുള്ളതൊക്കെ പരിഗണിക്കാതെ അവർ അവരുടെ ആ ഒരു ലൈഫ് സെക്യൂർ ആക്കാൻ നോക്കുന്ന ഒരു പേഴ്സണാണ്. അതായത് എത്ര ഇഷ്ടമുണ്ട് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ അവർ ചൂസ് ചെയ്ത് ഫൈനലി എത്തുന്നത് അവരുടെ കാര്യത്തിലേക്ക് തന്നെയായിരിക്കും. അവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ നമ്മൾ അവർ സ്നേഹിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളിലെല്ലാം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് ദോഷമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ആ സ്നേഹിക്കുന്ന വ്യക്തിയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവും. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിപ്പോൾ നിങ്ങളല്ല ആരാണ് അവരുടെ ഒരു ഓപ്പോസിറ്റ് ഉള്ളതെങ്കിലും അവർ അവരുടെ കാര്യത്തിന് തന്നെയാണ് ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പാതയിൽ ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ആ ഒരു പേഴ്സൺ സ്വീകരിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നിഷ്കരണം നിങ്ങളോട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടി വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊരു മടിയില്ലാതെ അതിലേക്ക് തന്നെ പോവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന ഒരു സമയമായിരിക്കാം, നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലൂടെ പോകുന്നൊരു സമയമായിരിക്കാം. എപ്പോഴെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ സമയവും താല്പര്യവും ഒക്കെ നോക്കി അവരായിട്ട് വന്നൊരു മെസ്സേജ് ഇട്ട് പോകുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നൊരു റിലേഷൻഷിപ്പായിട്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഡിസ്റ്റൻസ് നല്ല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസോ എൻജോയ്മെൻറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയോടൊപ്പമോ ഫ്രണ്ട്സിനോടൊപ്പമോ ഒക്കെ സമയം ചെലവഴിച്ച് വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നൊരു ടൈമായിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥത ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാം. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ ഒരു പേഴ്സൺ ഏത് ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നതായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അവർ മാനസികമായിട്ട് ഒന്ന് ടെൻസ്ഡാണ് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്, ഇവർക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, അടിച്ചു പൊളിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കാരണം അങ്ങനെയുള്ള ആ ഒരു എൻജോയ്മെൻറ്റിനൊക്കെ അവർക്ക് പറ്റുന്നൊരു സമയവും കൂടിയാണ്, അല്ലെങ്കിൽ അതിലൊക്കെ അവർ പങ്കെടുത്ത് പോകേണ്ടുന്ന ഒരു ടൈമും കൂടിയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഈ ഒരു പേഴ്സൺ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്തൊക്കെ പോകുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഇവർക്കൊരു സന്തോഷമില്ല, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർ വളരെയധികം ടെൻഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിലാണെന്ന് പറയാം. ഇപ്പോൾ കറൻലി ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഇല്ല, നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ ഈ ഒരു പേഴ്സണ് കയറി വരുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ആഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ മുഴുകിയിരിക്കുന്ന ഒരു ടൈമിൽ നിങ്ങൾ പോലും ഓർക്കുന്നുണ്ടാവില്ല എന്തിനാണ് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന ഒരു ടൈമായിരിക്കാം, നിങ്ങളുടെ വർക്ക് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കിച്ചണിലായിരിക്കാം. അപ്പോഴെല്ലാം യാതൊരു ആവശ്യമില്ലാതെ പെട്ടെന്ന് ഈ ഒരു പേഴ്സണെ നിങ്ങൾ അത്രയും നേരം ചിലപ്പോൾ ഓർത്തിട്ട് പോലും ഉണ്ടാവുന്നില്ല, പെട്ടെന്ന് ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ. എപ്പോഴും നിങ്ങൾ ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറി വരുന്നു. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് തരത്തിലാണ് പോകുന്നതെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സഞ്ചാരം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് ഒരു മാനസിക സംതൃപ്തി കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഇവരുടെ ഒരു പെരുമാറ്റം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ പോലും
ഈ ഒരു രീതിയിലല്ല ഇത് പോവേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സാഹചര്യം ഇങ്ങനെയല്ല കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സന്റെ മനസ്സിനകത്ത് കയറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം, തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു ചോയ്സ് എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു പേഴ്സന്റെ എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വന്ന ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോയിട്ടുണ്ടാവാം. പക്ഷെ അത് നല്ല രീതിയിൽ പോകണമെന്നില്ല. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനകത്ത് ഒന്നിൽ കൂടുതൽ ചോയ്സ് ഉണ്ടാവാനുള്ളൊരു സാഹചര്യം നമുക്ക് കാണാം. ഇപ്പോൾ കറൻലി ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് വന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സെപ്പറേഷനിലൊക്കെ ആയത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ നിർബന്ധം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രയധികം ഈ ഒരു പേഴ്സൺ ഒരു പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് തരത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനകത്ത് ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തരത്തിലല്ല പോകേണ്ടത് എന്ന് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർ സ്വന്തം കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിന് ഒരു ഭീഷണിയായി തീരുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഏതാണോ ഒരു ബെറ്റർ എന്ന് അവർക്ക് തോന്നുന്നത് ആ ഒരു വഴി അവർ സ്വീകരിച്ചതായിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അവർ തേർഡ് പാർട്ടിയോടൊപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ലൈഫിന് അത് ഭീഷണിയാവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ തന്നെ അവർ ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് തന്നെ പോകും. ഒരു പക്ഷേ ആ ഒരു തരത്തിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കറൻലി യാതൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ പോലും, കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ തരത്തിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നതായിരിക്കാം, സോഷ്യൽ മീഡിയാസിൽ ചെക്ക് ചെയ്യുന്നതായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഒരു മാക്സിമം ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് ഈ ഒരു പേഴ്സൻ്റെ പുറകെ നിങ്ങൾ പോകുന്നുണ്ടാവില്ല. ചിലപ്പോൾ നേരത്തെ എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ക്ലാരിറ്റി വേണമെന്നോ കമ്മിറ്റ്മെൻറ്റ് വേണമെന്നെല്ലാം പറഞ്ഞ് ഈ പേഴ്സൻ്റെ പുറകെ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ കറൻലി നിങ്ങളിപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് ആ ഒരു ശാന്തത ഉണ്ടാവണമെന്നില്ല. മാനസികമായിട്ട് നിങ്ങൾ വളരെ വിഷമത്തിലും അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ്റെ ദുഃഖത്തിലൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് സർക്കിളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു രീതിയിലായിരിക്കാം നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ, നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്താണോ അത് അവർക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പൈ ചെയ്യുന്നുണ്ടാവാം, പലരോട് ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് എന്താണ് ഇപ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് അവരോടുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് അവർക്ക് പിടികിട്ടുന്നുണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെ നിങ്ങൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ നിങ്ങളുടെ മാത്രം കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ രഹസ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർ ചിന്തിച്ചതുപോലെ എന്തൊക്കെയോ ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംഭവിച്ചതായിട്ട് തന്നെ അവർ കരുതുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സണ് നമ്മൾ നേരത്തെ പറഞ്ഞു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിയറും കൂടിയാണ്. ഒരു തരത്തിൽ അവർ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പക്ഷേ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു പേഴ്സണെ കുറിച്ച് അവർ ചിലപ്പോൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളതായിരിക്കും. എന്തെങ്കിലും അവരുടെ ഒരു ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവുന്ന തരത്തിലുള്ള സീക്രറ്റ്സ് എല്ലാം ചിലപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടാവാം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ ഉണ്ടാവുന്നത് ഒരു സമ്മിശ്ര വികാരങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറീസ് അവർക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഇത് അവസാനിച്ച് പോയത്, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ഈ ഒരു തരത്തിലല്ലായിരുന്നു അത് പോകേണ്ടതെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് സീക്രറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് സംശയം ഉണ്ടാവാം. കാരണം മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങളോട് പ്രത്യക്ഷത്തിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നിങ്ങൾ ചുറ്റിത്തിരിയുന്നത് തന്നെയാണ് അവർക്ക് താല്പര്യം. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് ശല്യമാണെന്നോ, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നില്ല എന്നൊക്കെ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം. എങ്കിൽ പോലും അവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ന്യൂക്ലിയസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ചുറ്റും നടക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുണ്ട്. അതായത് ഇത് കൈവിട്ട് കളയാനും അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും അവരുടേത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അവരെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള ഒരു സ്വാർത്ഥത, അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പം ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരു വികാരങ്ങൾ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അതായത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരൊരു പ്ലാനിങ്ങിലാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ആ ഒരു ആശങ്കയാണ്. ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും അത്രയും സീക്രറ്റ് ആയിട്ട് ഇരിക്കുന്ന എന്തെങ്കിലും രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് ലൈഫിൽ വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം പുറത്തറിഞ്ഞാൽ. ഒരു പക്ഷേ നിങ്ങൾ ഇനി അത് പബ്ലിക് ആക്കുമോ, നിങ്ങളിപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്, പഴയ അറ്റാച്ച്മെൻ്റ് ഒന്നും അവരോട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അത് പുറത്ത് പറഞ്ഞേക്കുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം ഇത് റെസനേറ്റ് ആവുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ. ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ നിങ്ങളിപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇവർക്ക് പിടികൊടുക്കാത്ത തരത്തിൽ മാറിയിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും രഹസ്യങ്ങളോ സീക്രറ്റ്സോ പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിനോ അല്ലെങ്കിൽ ഇവർ സൊസൈറ്റിയിലോ ഒക്കെ ഇവർക്ക് നാണക്കേട് ഉണ്ടാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലുണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ പ്ലാനിങ്ങിലാണ്. അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ ക്ലാരിറ്റി ചോദിച്ച് നടന്നിട്ട് ഇവർ വളരെ സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കുകയോ ഒക്കെ ചെയ്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാരിറ്റി തരാം എന്ന് പറഞ്ഞ് വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എങ്കിലും വളരെ ഷൈ എനർജി ആയിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു ജാള്യത തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിലുണ്ട്. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരിക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോൺടാക്റ്റ് വെക്കുക, നിങ്ങളുടെ മനസ്സറിയാൻ ശ്രമിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ആവശ്യമായിട്ട് തന്നെ അവർ കരുതുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു മനസ്സറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് പ്ലാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഈ ഒരു പേഴ്സണ് വ്യക്തമായില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത അവർ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ സമീപിക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്യും. കാരണം ആ ഒരു പേഴ്സൺ കോൺടാക്ട് ചെയ്തേ മതിയാവും. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏത് കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും അവർക്ക് നിങ്ങളുടെ ചിന്തകൾ വരുന്നു, അല്ലെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ വരുന്നു, അല്ലാതെ പാനിക് ആവുന്നു, അങ്ങനെ പല പല അസ്വസ്ഥമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിച്ചൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫറൊക്കെ ചെയ്തായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ആ ഒരു ക്ലാരിറ്റി തരാമെന്ന് പറഞ്ഞായിരിക്കാം ഈ ഒരു പേഴ്സൺ വരുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ വലിയ പരിഗണനയൊക്കെ തരാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം നിങ്ങളോട് കാണിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഏത് തരത്തിലാണ് നിങ്ങളിലേക്ക് വരേണ്ടതെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇതിനകത്ത് മറ്റൊരു ഭാഗവും കൂടിയാണ്. കാരണം അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സോടുകൂടി ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്ക് സ്വന്തമാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും ഇവർ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ ഏത് രീതിയിൽ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ആക്ഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളിലെല്ലാം നിങ്ങളുടേതും കൂടി ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അവരെ തന്നെ സ്നേഹിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു ബേസിക് നേച്ചർ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഒരു റീകൺസിലിയേഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണ്, കുറച്ചും കൂടി ഒരു പേഴ്സൺ സ്നേഹത്തോടു കൂടി എന്നിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. പക്ഷേ ലൈഫ് ലോങ് വളരെ ഒരു ട്രൂത്ത്ഫുള്ളായിട്ട് നിങ്ങളിലേക്ക് വരും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള എനർജിയിലല്ല ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അവർക്ക് വളരെയധികം ആശങ്കയും നിങ്ങളെ കൈവിട്ട് കളയാതിരിക്കാനും ഒക്കെ ആയിട്ട് ആകെ പരാക്രമം പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ടെൻസ്ഡ് മൈൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.